ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ എന്തൊക്കെയോ കഴിക്കാൻ തോന്നി. അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡാണ് ആവശ്യം. പിന്നെ അപ്പോൾ ബ്രെഡും കൂടെ 3-4 എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 ബ്രെഡും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് നമുക്ക് അതിനായിട്ടുള്ള കൂട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു സവാള എടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിക്കാം. അതിൽ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകമില്ലേ, അത് കൂടിയിട്ടൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കും. നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടിയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴണ്ടി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ട് ഓവറാവാൻ പറ്റില്ല. എന്നിട്ട് നന്നായിട്ടങ്ങ് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം അത് ചൂട് ഒന്ന് ആറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി കുഴച്ചെടുക്കണം, എങ്കിലേ ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നന്നായി കുഴച്ചിട്ട് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നെടുത്തിട്ട് നമ്മൾ ഈ മുട്ടയിലും കൂടിയിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബ്രെഡ് പൊടിയിലേക്കൊന്നിങ്ങനെ ഉപ്പിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് പൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.